നമ്മൾ താമസിച്ചു പോയോ? പ്രിയം വരെ സമയമായെന്ന് തോന്നുന്നു. മറ്റാരെയും ഇവിടെ കാണുന്നില്ലല്ലോ. ഇതാണോ നിങ്ങളുടെ വിശ്വാസം? അല്പവിശ്വാസികളാകാതെ വിശ്വാസികളാകാൻ നമ്മുടെ പ്രിയം പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ എത്ര പ്രാർത്ഥിച്ചു, നോമ്പ് നോറ്റു, വിശുദ്ധ ജീവിതം നയിച്ചു. നമ്മൾ അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമല്ലേ ജീവിച്ചത്. ഇതൊന്നും അവിടുന്ന് കാണാതിരിക്കുമോ? കുറച്ച് കൂടി വരാനുണ്ടല്ലോ. അവർ ഇനി വരാതിരിക്കുമോ? അതോ അവർ നമുക്ക് മുമ്പേ മണവറയിൽ പ്രവേശിച്ച് കാണുമോ? ആവാം. ഇല്ല, ഒരിക്കലുമില്ല. സമയമാകുന്നേ ഉള്ളൂ. നിരാശരാകേണ്ട. വരൂ, നമുക്ക് വിളക്കിലെ തിരി താഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരിക്കാം. ശരിയാ, അല്ലെങ്കിൽ വിളക്കിലെ എണ്ണയെല്ലാം തീർന്ന് തിരികെട്ടു പോകും. ഉറക്കം വരാതിരിക്കാൻ നമുക്ക് പ്രിയം വരുന്നത് വരെ അവനെ പാടി സ്തുതിക്കാം. ഓ, വല്ലാത്ത ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. അല്ല, മറ്റുള്ളവർ എവിടെയാ? നിങ്ങൾ എന്താ അത്ര താമസിച്ചത്? ഓ, ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ താമസിച്ചു, അതാ. ഓഹോ, ഭക്തരെല്ലാം നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ. ഓ, അവരുടെ പ്രാർത്ഥന കൊണ്ടാ പ്രിയം വരുന്നതെന്ന് അവരുടെ വിചാരം. അല്ല, മണവാളൻ വരുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? നമ്മൾ ഒരുങ്ങി വന്നതൊക്കെ വെറുതെയാകും. ഇത്രയും ലേറ്റ് ആകുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഷോപ്പ് കഴിഞ്ഞെത്തിയേ വരുമായിരുന്നുള്ളൂ. എന്തായാലും ഒരുങ്ങി വന്നതല്ലേ, ഒരു സെൽഫി എടുക്കാലോ. എൻ്റെ ബ്രദറെ UK നിന്ന് നമുക്ക് കൊണ്ടുവരുന്ന ഒരു പുതിയ മോഡൽ ഫോൺ, നല്ല ക്ലാരിറ്റി. വാ, നമുക്കൊന്ന് പോസ്റ്റ് ചെയ്യാം. ഓ, അവളുടെ ഒരു പൊങ്ങച്ച. ഇവിടെ ചവറ് പോലെ കിട്ടുന്ന സാധനം. സഹോദരിമാരെ, നമുക്ക് കുറച്ച് സമയം വേദപുസ്തകം വായിക്കാം. ആകയാൽ നിങ്ങളുടെ കർത്താവ് ഏത് സമയത്താണ് വരുന്നതെന്ന് അറിയായികയാൽ ഉണർന്നിരിക്കും. കള്ളൻ ഏത് യാമത്തിലാണ് വരുന്നതെന്ന് വീട്ടുടമസ്ഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കപ്പെടുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു. വല്ലാത്ത ക്ഷീണം, എനിക്ക് ഉറക്കം വരുന്നു. എനിക്കും എന്നെ നമുക്ക് ഉറങ്ങിയാലോ? മണവാളൻ വരുമ്പോൾ നമുക്ക് എഴുന്നേൽക്കാം. മണവാളൻ വരുമ്പോൾ ഞങ്ങളെ കൂടി ഉണർത്തണേ. എഴുന്നേൽക്കും, മണവാളം വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വിളക്ക് കത്തിച്ച് അവനെ എതിരേൽക്കാം. വാ, നമുക്ക് വിളക്കുകൾ കത്തിക്കാം. അയ്യോ, വിളക്കും തീപ്പെട്ടിയും ഉണ്ട്, എണ്ണ എടുത്തില്ലല്ലോ. ഞാനും പറഞ്ഞു. ഇനി എന്ത് ചെയ്യും? നമുക്ക് അവരോട് ചോദിച്ചാലോ? അതെ, കന്യകമാരെ, ഞങ്ങൾക്ക് കുറച്ച് എണ്ണ തരാം. അയ്യോ, കന്യകമാരെ, ഞങ്ങളോട് പരിഭവിക്കരുത്. ഇതിൽ നിന്ന് കുറച്ച് നിങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇത് തികയാകരുത്. അതുകൊണ്ട് നിങ്ങൾ പോയി വാങ്ങിയിട്ട് വരും. അവരോട് ചോദിക്കേണ്ടത് ആർക്ക് വേണം നിങ്ങളുടെ എണ്ണ? വാ, നമുക്ക് പോയി പുറത്തു നിന്ന് വാങ്ങിയിട്ട് വരാം.
ഒരുക്കി വച്ചിരിക്കുന്ന രാജ്യം അവകാശമാണ് കൊള്ളുന്നത്. നിങ്ങൾ എൻ്റെ വരവിനായി വിളക്കിൽ എണ്ണയുമായി കാത്തിരുന്നു. വരുവിൻ, നമുക്ക് മണവറയിൽ പ്രവേശിക്കാം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. കർത്താവ് വന്നിട്ട് പോയോ? അപ്പോഴേ ഞാൻ പറഞ്ഞതാ വിളക്കിന് എണ്ണ കരുതാമെന്ന്. കർത്താവേ, ഞങ്ങൾ എണ്ണയുമായി വന്നു, വാതിലൊന്ന് തുറക്കണം. ഞാൻ നിന്നെ അറിയുന്നില്ല. കർത്താവേ, ഞാൻ എല്ലാ ആഴ്ചയും പള്ളിയിൽ വരുന്നതും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതും നീ കാണുന്നില്ലേ? ഇല്ല, ഞാൻ നിന്നെ അറിയുന്നില്ല. കർത്താവ് എന്നെ അറിയുന്നില്ലെന്ന്. കർത്താവെ, ഞങ്ങളുടെ പള്ളിയിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് അംഗമാണ് ഞാൻ. കർത്താവിന് എന്നെ അറിയില്ല? ഇല്ല, ഞാൻ നിന്നെ അറിയുകയേ ഇല്ല. നീ വന്നേ. നമ്മൾ വനിതാ സമാജം അംഗങ്ങളായതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ അറിയുമായിരിക്കും. കർത്താവെ, ഞങ്ങൾ സെന്റ് മേരീസ് വെള്ളിക്കുളങ്ങര പള്ളിയിലെ സമാജത്തിന്റെ ട്രസ്റ്റിയും സെക്രട്ടറിയുമാണ്. കർത്താവിനെ ഞങ്ങൾ അറിയില്ല. നിങ്ങളുടെ ഇടവകയും വികാരി അച്ഛനെയും ഞാൻ അറിയാം, പക്ഷേ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ഓ, നമ്മളെയും കർത്താവ് അറിയില്ല. ഓ, അങ്ങോട്ട് മാറി നിൽക്കും. നിങ്ങളുടെ ഒരു ട്രസ്റ്റ് സെക്രട്ടറി എന്നെ അറിയുമോ എന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. കർത്താവ്, ഭദ്രാസനത്തിലെ 100 പണികൾക്കിടയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. കർത്താവിന് വാതിൽ തുറക്കാൻ കഴിയുമോ? ക്യാൻ യു ഓപ്പൺ ദ ഡോർ? ഇല്ല, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ഞങ്ങൾ പോകുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് നമ്മളെ അറിയുന്നില്ലെന്ന് പറഞ്ഞത്? നമ്മൾ ചെയ്ത പ്രവർത്തികളൊന്നും കർത്താവിന്റെ മുമ്പിൽ നല്ലതായിരുന്നില്ലേ? നമ്മൾ മാറിയിട്ടിരിക്കുന്നു. ഹൃദയങ്ങൾ അറിയുന്ന ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് താഴ്മയോടെ ഇരിക്കാം. ശരിയാ, നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചതുപോലെ പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിക്കാം. നിൽക്കൂ, പ്രിയമുള്ള കന്യകമാരെ, നിങ്ങളുടെ കൊത്തഴിഞ്ഞ ജീവിതത്തിൽ നിന്ന് ഓടിയകലുക. ജാഗ്രതയുള്ളവരായിരിക്കും. നിങ്ങൾ മനുഷ്യരുടെ മുൻപിൽ വിശുദ്ധിയുള്ളവരെന്ന് നടിച്ചു ഹൃദയം കൊണ്ട് എന്നിൽ നിന്ന് അകന്നുമിരിക്കുന്നു. നമുക്ക് മാനസാന്തരപ്പെടാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ലോകമോഹങ്ങളിൽപ്പെട്ട് നിന്നിൽ നിന്ന് അകന്നുപോയി. ഇപ്പോൾ പശ്ചാത്താപത്തോടെ നിന്നിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നുന്നു.